ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു എക്സൈറ്റ്മെൻറ്റ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാം. ഞാൻ എന്തായാലും രാവിലെ എണീറ്റ് പരീക്ഷയ്ക്കൊക്കെ പോയി. എനിക്കിന്നൊരു എക്സാം ഉണ്ടായിരുന്നു. ഞാനപ്പം അങ്ങോട്ട് പോണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആദ്യം എന്നിട്ട് മാളിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ. എന്നിട്ടൊരു ഒരു ത്രില്ലിങ് ഒരു കാര്യമുണ്ട്. എൻ്റെ ഫ്രണ്ട് ഒരു എയർപോർട്സ് പ്രോ 3 എടുക്കാൻ പോവുക. അപ്പോൾ അതിന് ഒന്ന് കൂടെ പോയി ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുക. അപ്പം എന്തായാലും അതിനെ ഒന്ന് അൺബോക്സ് ചെയ്യണമൊക്കെ കാണിച്ചു തരാം. എന്തായാലും അത് വാങ്ങും മിക്കവാറും. പിന്നെ പരീക്ഷയൊക്കെ നല്ലതായിട്ട് പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ 10 മണിക്ക് തന്നെ പരീക്ഷയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഓട്ടമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇനി ഞാൻ എന്തായാലും കുറച്ചൊക്കെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മാളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഫ്രണ്ട് വരും. അപ്പോൾ അതിനുശേഷം നേരെ പോയി അതിൻ്റെ അകത്ത് വാങ്ങുന്നതും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ വ്ളോഗിലൂടെ കാണാം. ഒരു അടിപൊളി വ്ളോഗായിരിക്കും. നിങ്ങളത് ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു നല്ല രസമുള്ള വ്ളോഗ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നിങ്ങളത് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ നിന്ന് നേരെ ബസ് എടുത്ത് ഇതാ പോവുക, മിനി വാൻ. അപ്പോൾ അതെടുത്ത് നേരെ മാളിലോട്ട് ഇതൊരു ന്യൂ ഏരിയയാണ്. ഇതിൽ ഫിഫയുടെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്, ഡിസൈൻ. അപ്പോൾ അതെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വേറൊരു ഏരിയ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഗെയിമിങ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവരുള്ളവർക്ക് ഇവിടെ ഗെയിമിംഗ് പ്ലസ് ഫുഡ് ഏരിയയാണ്. താഴെ പോയ ഗെയിമിംഗ്, പിന്നെ മുകളിൽ ഫുഡ് ഏരിയ. ഫുള്ള് ഫുഡ് ഏരിയ നിങ്ങൾക്ക് കാണാൻ സൈഡിലെല്ലാം. അപ്പോൾ അതാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച്, ഇതാണ് ഞാൻ കഴിക്കാൻ കയറിയ ഫുഡ് സ്പോട്ട്. ഇവിടുത്തെ ഹെൽത്തി ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഹൈ സ്പേസിലോട്ട് പോയി. ഇവിടുത്തെ ആപ്പിളിൻ്റെ ഓതറൈസ് സെൻ്ററാണ്. അപ്പോൾ അവിടെ പോയി, അവളാണ് ഫ്രണ്ട്. അത് മാക്ബുക്ക് വാങ്ങണമെന്ന് പിന്നെ സർപ്രൈസ് ആയിരുന്നു, അതും വാങ്ങിച്ച് നിങ്ങൾക്കിപ്പോൾ കാണാം. എയർപോർട്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം വാങ്ങിച്ച് ഇറങ്ങി. പിന്നെ ഇതാണ് ഫുള്ള് അതിൻ്റെ അകത്ത് കാണാം. എന്നിട്ട് തിരിച്ച് പിന്നെ വന്ന് അൺബോക്സിങ് തുടങ്ങി കാറിൽ പോയി.
ഗൈസ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് അപ്പം ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് വാങ്ങിച്ച സാധനം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാം കാണാം. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ എയർപോഡ്സിൻ്റെയും പെൻസിലും വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസാണ്. ഞാൻ ആദ്യം പറയുന്നത് എയർപോഡ്സ് വാങ്ങാൻ പോകണമെന്നാണ്. പിന്നെ അവിടെ പോയപ്പോഴാണ് മാക്ബുക്കും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്ബുക്കിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട്. പെൻസിലും എയർപോഡ്സും അതിൻ്റെ വീഡിയോകൾ മാത്രം ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണം ഇത് മനസ്സിലാക്കാൻ. രണ്ടും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ മെയിൻ ഇത് ഹൈലൈറ്റ്. എയർപോഡ്സ് പ്രോ 3 ആണ് വാങ്ങിച്ചത്. ആപ്പിൾ പെൻസിലിൻ്റെ USB-C 10th ജനറേഷനിൽ ഇതാക്കാൻ വേണ്ടി ഫ്രണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് നിങ്ങൾക്ക് ഫുള്ള് കാണാം. അത് കണ്ടിട്ട് എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അതിൻ്റെ എയർപോഡ്സ് പ്രോ 3 എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അതിൻ്റെ ലൈവ് ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ട്രാൻസ്പെറൻസി ആയിക്കോട്ടെ, അഡാപ്റ്റീവ് ആയിക്കോട്ടെ, ഒരു രക്ഷയില്ലാത്ത ഫീച്ചറാണ്. ഒന്നും പറയാനില്ല. ആപ്പിൾ പെൻസിലും അതേപോലെ തന്നെയാണ്. USB-C അതിൽ ചാർജ് ചെയ്യുക, ഇതിൽ ഉപയോഗിക്കുക. വൻ പൊളി, ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മാക്ബുക്ക് എയറിൻ്റെ ഒരു അൺബോക്സിംഗ് ഉണ്ട്. അത് ഏതാണെന്നെല്ലാം നിങ്ങൾക്ക് അന്ന് കാണാം. ഞാൻ അന്ന് വിശദീകരിച്ച് അതിനെ മാത്രം പറ്റി സംസാരിക്കും. ഇപ്പം ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ കാണാം പ്രോ. അപ്പോൾ ഇത് നല്ലൊരു എയർപോഡ്സ് പ്രോ ആണ്, ഒന്നും പറയാനില്ല. എൻ്റെ കയ്യിൽ എയർപോഡ്സ് 4 ഉണ്ട്. അത് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചത്. അതിനെ അൺബോക്സിങ് ഞാൻ ചെയ്തില്ല. പക്ഷേ അതും വേണമെങ്കിൽ ഞാൻ അൺബോക്സിങ് ചെയ്യാം ഉടനെ തന്നെ. പക്ഷേ ഇതൊരു രക്ഷയില്ലാത്ത ഒരു എയർപോഡ്സ് തന്നെയാണ്, ഒന്നും പറയാനില്ല. പ്രോ വെർഷൻ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് നല്ല ഒരു രക്ഷയില്ലാത്ത സാധനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല. ഇത് രണ്ടുമാണ് ഇതിലെ മെയിൻ ഇത്. പിന്നെ ഞാൻ അവിടെ പോയി വാങ്ങിച്ചതും എല്ലാം നിങ്ങൾക്ക് കാണാം. ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്ളോഗ് എൻജോയ് ചെയ്തോ. എന്നിട്ട് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് വല്ലതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്നും കമൻറ്റിലൂടെ പറയണം. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തത്. എല്ലാം കൂടെ ഒരു നല്ല എക്സ്പെൻസായി. അവർക്ക് ടോട്ടൽ നല്ലൊരു എക്സ്പെൻസായി. ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ ഇവിടെ കുറച്ചൊരു ലാഭമുണ്ട്, അല്ലാതെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പോൾ കുറച്ചും കൂടെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള യൂസർ പറയാം. നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും. നല്ലൊരു ക്യൂട്ട് വ്ളോഗാണ്, അങ്ങനെ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.